പ്രിയരെ നമസ്കാരം. താഴെ ലോകത്ത്, അതായത് പാതാള ലോകത്ത് ത്രയാരുണൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സത്യവ്രതൻ. സത്യവ്രതൻ അത്യധികം ശക്തനായിരുന്നു. എന്നാൽ സമ്പത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അത്യാഗ്രഹത്തിനാൽ പല പാപകർമ്മങ്ങളും ചെയ്തു. അതിനാൽ അവനെ നാടുകടത്തുവാൻ പിതാവായ ത്രയാരുണൻ തീരുമാനിക്കുന്നു. വസിഷ്ഠനാണ് ത്രയാരുണൻ്റെ പ്രധാന ഗുരു. മുനിയും രാജാവിൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു. പോകൂ, നിന്നെപ്പോലുള്ള ഒരു മകനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും, എവിടെ വസിക്കും? നിസ്സഹായനായി സത്യവ്രതൻ ചോദിച്ചു. ചണ്ടാളന്മാരോടൊപ്പം പോയി ജീവിക്കുക. പിതാവ് മറുപടി പറഞ്ഞു. സത്യവ്രതൻ പോയി ബഹിഷ്കൃതരുടെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി. യഥാസമയം ത്രയാരുണൻ വനത്തിലേക്ക് പിൻവലിഞ്ഞു. രാജ്യം ഭരിക്കാൻ രാജാവില്ലാതെയായി. രാജാവിൻ്റെ അഭാവത്തിൽ അരാജകത്വം അഴിഞ്ഞാടി. നീണ്ട 12 വർഷമായി മഴ പെയ്തില്ല. ഭയാനകമായ വരൾച്ചയാൽ ക്ഷാമം രൂക്ഷമായി. ആ സന്ദർഭത്തിൽ വിശ്വാമിത്ര മഹർഷി ധ്യാനത്തിനായി മഹാസമുദ്രത്തിൻ്റെ തീരത്തേക്ക് പോയിരുന്നു. മുനിയുടെ പത്നിക്ക് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസമായി. ഭക്ഷണം കിട്ടാനില്ലായിരുന്നു. 100 കന്നുകാലികൾക്ക് പകരമായി അവളുടെ ഒരു മകനെ വിൽക്കുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലാതെയായി. ആ സമ്പത്ത് കൊണ്ട് അവർ തനിക്കും ശേഷിച്ച മക്കൾക്കും അന്നമൂട്ടാൻ നിർബന്ധിതയാകുന്നു. മകനെ വിറ്റ വ്യക്തി മകന്റെ കഴുത്തിൽ ഒരു കയർ, അതായത് ഗാല കെട്ടി ചന്തയിൽ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതിനാൽ അവന് ഗാലവൻ എന്ന് പേര് ലഭിച്ചു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സത്യവ്രതൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഗാലവനെ രക്ഷിക്കുകയും വിശ്വാമിത്രന്റെ പത്നിയും മക്കളും കഷ്ടപ്പെടാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. മുഴുവൻ കുടുംബത്തെയും സത്യവ്രതൻ പരിചരിച്ചു. സത്യവ്രതൻ കാട്ടിൽ പോയി മാനുകളെയും മറ്റു വന്യമൃഗങ്ങളെയും കൊന്നു. അദ്ദേഹം ഗാലവന്റെ കുടുംബത്തിന് മാംസം കൊണ്ടുവന്നു. വനത്തിലേക്ക് വിരമിച്ച പിതാവിനെയും അതിൻ്റെ കൂടെ അദ്ദേഹം പരിചരിച്ചു. ഒരു പ്രത്യേക ദിവസം മറ്റൊരു മാർഗവും ഇല്ലാതായ സാഹചര്യത്തിൽ ഒരു കടുംകൈ ചെയ്തു അദ്ദേഹം. വസിഷ്ഠ മുനിക്ക് ഒരു പശുവുണ്ടായിരുന്നു. എല്ലാറ്റിനുമുപരി ത്രയാരുണനോട് സ്വന്തം മകനെ നാടുകടത്തുവാൻ മുനി ശുപാർശ ചെയ്തതിനാൽ സത്യവ്രതന് വസിഷ്ഠനോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സത്യവ്രതൻ വസിഷ്ഠന്റെ പശുവിനെ മോഷ്ടിച്ചു കൊന്നു. മാംസം സ്വയം ഭക്ഷിക്കുകയും അതിൻ്റെ ഒരു ഭാഗം വിശ്വാമിത്രന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തു. അതറിഞ്ഞ വസിഷ്ഠൻ കുപിതനായി. അദ്ദേഹം സത്യവ്രതനെ ശപിച്ചു. നീ 3 പാപങ്ങൾ ചെയ്തു. ആദ്യത്തേത് അന്യന്റെ മുതൽ മോഷ്ടിച്ചു. നിന്റെ പിതാവിന് നീ അസന്തുഷ്ടി ഉണ്ടാക്കി. അത് നിന്റെ 2ാമത്തെ പാപമാണ്. എൻ്റെ പശുവിനെ മോഷ്ടിച്ചു കൊന്നു. അത് നിന്റെ 3ാമത്തെ പാപമാണ്. നീ 3, അതായത് ത്രിപാപങ്ങൾ ചെയ്തു. അതിനാൽ ഇനി മുതൽ നീ ത്രിശങ്കു എന്ന് അറിയപ്പെടുമെന്ന് നിന്നെ ഞാൻ ശപിക്കുന്നു. 12 വർഷത്തെ വരൾച്ചയ്ക്ക് ശേഷം തൻ്റെ അലഞ്ഞു തിരിയലിൽ നിന്ന് മടങ്ങിയെത്തിയ വിശ്വാമിത്രൻ തൻ്റെ അഭാവത്തിൽ ത്രിശങ്കു തൻ്റെ കുടുംബത്തെ പരിപാലിച്ചുവെന്ന് അറിഞ്ഞതിൽ സന്തോഷവാനായി. വസിഷ്ഠന്റെ എതിർപ്പ് വകവയ്ക്കാതെ വിശ്വാമിത്രൻ ത്രിശങ്കുവിൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഒരു മുനി എന്ന നിലയിൽ വിശ്വാമിത്രൻ അപാരമായ ശക്തികൾ ആർജിച്ചിരുന്നു. ഈ ശക്തികൾ ഉപയോഗിച്ച് ത്രിശങ്കുവിനെ തൻ്റെ മർത്യ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് അയച്ചു. എല്ലാവരെയും അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നത്. ഇക്കഥ ഹരിവംശത്തിൽ കൂടുതൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇക്കഥയിൽ രാമായണം മറ്റൊരു വഴിത്തിരിവ് ചേർക്കുന്നുമുണ്ട്. ത്രിശങ്കുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ദേവന്മാർ വിസമ്മതിച്ചു. തുടർന്ന് വിശ്വാമിത്രൻ ത്രിശങ്കുവിനായി മറ്റൊരു സ്വർഗം സൃഷ്ടിക്കുന്നു. ത്രിശങ്കുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണുവാൻ ശ്രമിക്കുക. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.